ഹായ് ഹലോ ദിസ് ഇസ് ഓയിലി ഹെയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ അടിയന്തരമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഫുൾ കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹെയർ കെയർ ടൈം ടേബിൾ പറയാമോ, ഈ ഒരു ചാലഞ്ചിൻ്റെ ടൈം ടേബിൾ പറയാമോ എന്നായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചാലഞ്ചിൻ്റെ ടൈം ടേബിളാണ് ഞാൻ പറയുന്നത്. ഈ ചാലഞ്ചിൻ്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫ് റൊട്ടീനിൽ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ അല്ല. മുന്നേ ഒരു സമയത്ത് ഞാൻ ഹെയർ കെയർ ചെയ്തിരുന്ന സമയത്ത്, അതായത് എനിക്ക് ഹെയർ ട്രാൻസ്ഫോർമേഷൻ നടന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ടൈം ടേബിളാണ്. അന്നത്തെ എൻ്റെ ഹെയർ കെയർ റൊട്ടീനാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഹെൽത്തി ഹെയർ ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അളവ് കുറഞ്ഞ ഒരു ഹെയർ കെയർ ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഭീകരമായിട്ട് ഒരാഴ്ച ഫുൾ കംപ്ലീറ്റ്ലി ഹെയർ കെയർ അങ്ങനത്തെ ഒരു റൊട്ടീനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഹെയർ കെയർ റൊട്ടീൻ പറയുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഹെയറിൻ്റെ ടൈപ്പ് ഞാൻ പറയാം. എൻ്റെ ഹെയർ ടൈപ്പ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു ഹെയർ കെയർ റൊട്ടീൻ കുറച്ചും കൂടെ യൂസ്ഫുൾ ആകും. അല്ലാത്തവർക്ക് യൂസ്ഫുൾ ആകത്തില്ല എന്നല്ല, അല്ലാത്തവരുടെ ഹെയർ കെയർ ടൈം ടേബിൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇപ്പോൾ എന്തായാലും എൻ്റെ ഹെയർ ടൈപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ ആദ്യം പറയുന്നത്. എൻ്റെ ഹെയർ ടൈപ്പ് വന്നിട്ട് സ്കാൽപ്പ് നല്ല ഓയിലിയാണ്, മുടിയുടെ തുമ്പത്തോട് വന്നിട്ട് ഡ്രൈ ആൻഡ് ഫ്രിസി ആണ്. അത് മാത്രമല്ല മുടി പൊട്ടിപ്പോകലോ ഹെയർ ഫോളോ ഡാൻഡ്രഫോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഡാൻഡ്രഫ് ഒട്ടും തന്നെയില്ല. ഹെയർ ഫോള് വന്നും പോയും ഒക്കെ ഇരിക്കും. ഭയങ്കര ഭീകരമായിട്ടുള്ള ഹെയർ ഫോളൊന്നുമില്ല. പിന്നെ നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ആണ്. സ്പ്ലിറ്റ് എൻഡ്സും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, അത് ഞാൻ വെട്ടി കളയും. പിന്നെന്ന് പറഞ്ഞാൽ മുടി പൊട്ടിപ്പോകില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പുള്ള ഹെയറുകാരായിരിക്കും പക്ക കറക്റ്റായിട്ട് ഈ ഒരു ഞാൻ പറയുന്ന ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ആൾക്കാർ. അല്ലാത്തവർക്കുള്ള ടൈം ടേബിൾ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച തൊട്ടാണ്. തിങ്കളാഴ്ച ഞാൻ വൈകിട്ടാണ് ഹെയർ കെയർ ചെയ്യാറ്. അപ്പോഴത്തേന് ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, കാച്ചിയ എണ്ണയായ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു ഹെയർ ഓയിൽ എടുത്തിട്ട് മുടിയിൽ ജസ്റ്റ് 1 മിനിറ്റ് കുറച്ച് എണ്ണ എടുത്താൽ മതി, വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് മുടിയിൽ ജസ്റ്റ് ഒരു മസാജ്, ഒരു 1 മിനിറ്റത്തെ മസാജ് കൊടുക്കും. എന്നിട്ട് ഹെയർ മാസ്ക് ഇടും. ഈ ഹെയർ മാസ്ക് ഇടുന്നതെന്ന് വെച്ചാൽ ഹെയർ മാസ്ക് നല്ല കണ്ടീഷണർ എഫക്റ്റുള്ള മാസ്ക് ആണെങ്കിൽ സ്കാൽപ്പിൽ മാത്രം എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യത്തുള്ളൂ. ഇല്ല കണ്ടീഷണർ എഫക്റ്റ് ഒന്നും ഇല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള മാസ്ക് ആണെങ്കിൽ സ്കാൽപ്പ് ടു തുമ്പ് വരെ, മുടിയുടെ അറ്റം വരെ ഞാൻ നന്നായിട്ട് എണ്ണ തേക്കും. മുടി പൊട്ടിപ്പോവാതിരിക്കാനാണ് അത് ചെയ്യുക. സെക്കൻഡ് വന്നിട്ട് ട്യൂസ്ഡേ ഞാനാണെങ്കിൽ മുടി നന്നായിട്ട് ഓയിൽ ചെയ്യും. ഭയങ്കരമായിട്ട് ഓയിൽ ചെയ്യുന്നതല്ല, എങ്കിലും മുടി കണ്ടീഷൻ ആവുന്ന ആ ഒരു അവസ്ഥ വരെ നന്നായിട്ട് ഓയിൽ ചെയ്യും. അത്യാവശ്യം ആവറേജിൽ ഞാൻ ഹെയർ മസാജ് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓയിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലേ, അങ്ങനെ ഓയിൽ ചെയ്യും. എന്നിട്ട് ഹെയർ മസാജ് 10 മിനിറ്റ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കും. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഹെയർ മസാജ് ചെയ്യും. ഹെയർ മസാജാണ് നമ്മുടെ ഹെയർ നന്നായിട്ട് വളർത്താനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഫോൾ അധികമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും സെക്കൻഡ് ഡേ നമ്മുടെ ഹെയർ മസാജ് ഡേ ആണ്. നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് മസാജ് ചെയ്യും. ഒരുപാട് ഓയിലൊന്നും തേക്കണ്ട കേട്ടോ, എങ്കിലും ആവറേജിൽ നമ്മളെ മുടിയിൽ പറ്റുന്ന രീതിയിലുള്ള ഓയിൽ അത് മതി. ഹോട്ട് ഓയിൽ ചെയ്യുന്ന ദിവസമാണ് നമ്മൾ ഒരുപാട് ഓയിൽ അങ്ങ് അധികമായിട്ട് തേക്കേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ അന്ന് തന്നെ ഞാൻ കഞ്ഞിവെള്ളം മുടിയിൽ സ്പ്രേ ചെയ്തിട്ട് കുളിക്കും. ഒരു 10 മിനിറ്റൊക്കെ മുടിയിൽ വെച്ചിരിക്കുള്ളൂ. ഒരുപാട് നേരം കഞ്ഞിവെള്ളമൊന്നും തലയിൽ വയ്ക്കണം. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ, അത് നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റുന്നോ അതനുസരിച്ചിട്ട് വച്ചിട്ട് പോയി കുളിക്കുക. തേർഡ് ഡേ വെനസ്ഡേ വന്നിട്ട് ഞാൻ പിന്നെ ഹെയർ മാസ്ക് ഇടും. ഹെയർ മാസ്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് 1 മിനിറ്റ് എന്തായാലും ഒരു ചെറുതായിട്ട് എണ്ണ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ആയിരിക്കും ഹെയർ മാസ്ക് ഇടുന്നത്. ഇനി എണ്ണയൊന്നും തേക്കണ്ട എന്നുള്ളവർക്ക്, എണ്ണ തേക്കാൻ പറ്റില്ല എന്നുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് സ്കാൽപ്പ് ഉണർത്തിയിട്ട് വേണം നമ്മൾ ഹെയർ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട്. ചുമ്മാ ഹെയർ മാസ്ക് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് സ്കാൽപ്പിനെ ഉണർത്തിയിട്ട് ചെയ്താൽ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരുപാട് നേരം ഒന്നും ചെയ്യേണ്ട. ഹെയർ മാസ്ക് ഇടുന്ന ദിവസം ഒരുപാട് നേരം ഒന്നും ചെയ്യേണ്ട, 1 മിനിറ്റ് ചെയ്താൽ മതി. അല്ലാത്ത ദിവസം നമ്മൾ 10 മിനിറ്റ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ വെനസ്ഡേ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത 4th ഡേ ആണ് തേഴ്സ്ഡേ വന്നിട്ട് പിന്നെയും ഞാൻ 10 മിനിറ്റ് ഹെയർ മസാജ് ചെയ്യും. അതും ഓയിൽ തേച്ചതിന് ശേഷം 10 മിനിറ്റ് ഉറപ്പായിട്ട് ഹെയർ മസാജ് ചെയ്യും. ഈ ഹെയർ മസാജ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് കൃത്യമായിട്ട് കാണുക. കാരണം അത് ചെയ്യണതിന് ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തതിന് ശേഷം മുടി കെട്ടി വെക്കണതിന് ഒരു കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അന്നും ഹെയർ മസാജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് മറ്റേ കഞ്ഞിവെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത്, പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കുളിക്കും.
5th ഡേ വന്നിട്ട് ഫ്രൈഡേ പിന്നെയും ഹെയർ മാസ്ക് ഡേ ആണ്. ഹെയർ മാസ്ക് ഇടും, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് 1 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഹെയർ മാസ്ക് ഇടും. ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുളിക്കും. ഈ ഹെയർ മാസ്ക് എത്ര നേരം വച്ചിരിക്കണം എന്നുള്ളത് ഏത് ഹെയർ മാസ്ക് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓയിലിങ്, ഹെയർ മാസ്ക്, ഷാമ്പു എല്ലാം വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഡേ വന്നിട്ട് നമ്മുടെ ശനിയാഴ്ച 6th ഡേ ഞാൻ എന്ത് ചോദിച്ചാൽ ഹോട്ട് ഓയിൽ മസാജ് ഡേ ആണെന്ന്. അന്ന് ഫ്രീ ആണ്, വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ദിവസമാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്താൽ മതി. പിറ്റേന്ന് നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാനുണ്ട് എങ്കിൽ നിങ്ങൾ തലേന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണ്ട. പിറ്റേന്ന് നിങ്ങൾ വീട്ടിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ സമയം കിട്ടുന്ന ഒരു ദിവസമാണെങ്കിൽ തലേന്ന് വൈകിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞായറാഴ്ച മിക്കുള്ളവർ ഫ്രീ ആയിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്താൽ മതി. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണമെന്ന് വെച്ചാൽ നിറയെ എണ്ണ എടുക്കുക, നന്നായിട്ട് ചൂടാക്കുക, ഡബിൾ ബോയിൽ അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടാക്കി, നമ്മുടെ കാച്ചിയ എണ്ണയാണ് ചൂടാക്കുന്നതെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കണം. അങ്ങനെ ചെയ്തിട്ട് നമ്മളെ സ്കാൽപ്പിലും തുമ്പിലും മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തേക്കണം. എന്നാലേ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഡാമേജൊക്കെ മാറിയിട്ട് മുടി നല്ല തിളങ്ങി നിൽക്കത്തുള്ളൂ. അങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മുടി കെട്ടി വെച്ചിരിക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി കളയണം. ഒരുപാട് എണ്ണ ഇങ്ങനെ തലയിൽ പൊത്തി വെച്ചിട്ട് അന്ന് അതുപോലെ വന്നിരുന്ന് കുളിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കംപ്ലീറ്റ്ലി കഴുകി ഇറക്കിയിട്ട് തന്നെ കുളിക്കണം. കെമിക്കൽ ഷാമ്പു വേണമെങ്കിൽ അന്ന് യൂസ് ചെയ്യാം. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ വാവിൻ്റെ മമ്മാർത്തിൻ്റെ ഒക്കെ ഷാമ്പു ഉണ്ട്, അതങ്ങനെ യൂസ് ചെയ്താൽ മതി. അത് അത്യാവശ്യം മൈൽഡാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് താളി ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ അങ്ങാടി കടയിൽ നിന്ന് ഹെർബൽ ഷാമ്പു കിട്ടും, അതും വാങ്ങിച്ച് ഉപയോഗിക്കാം. 7th ഡേ ഞായറാഴ്ച നിങ്ങൾ ഒരു പണിപ്പെടാനും നിൽക്കേണ്ട, നല്ല കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുക. മുടിയിൽ വേറെ ഒരു അൽക്കുലത്തെ പരിപാടി ഒന്നും ചെയ്യണ്ട. ആകപ്പാടെ ചെയ്യാനുള്ളത് കുറച്ചെണ്ണ, നമ്മൾ വളരെ കുറച്ച്, ഇപ്പം മുടി ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ, തലേദിവസം ഷാമ്പു ചെയ്തുകൊണ്ട് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഒരു തുള്ളി എണ്ണ കുറച്ചങ്ങനെ ഭാഗത്തിനെടുത്തിട്ട് തലയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഒരു ദിവസം പോലും മസാജ് ചെയ്യാതിരിക്കരുത്. ഈ 7 ദിവസവും നിങ്ങൾ മസാജ് ചെയ്തിരിക്കണം. അത് 1 മിനിറ്റും 10 മിനിറ്റും അങ്ങനെ ആയിട്ട് മസാജ് ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് തന്നെ മസാജ് ചെയ്തിരിക്കണം. അത് എങ്ങനത്തെ സ്കാൽപ്പ് ഉള്ളവരാണേലും എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹെയർ ഉള്ളവരാണേലും മസാജ് നിർബന്ധമാണ്. മാസ്കും ഷാമ്പുവും കാര്യങ്ങളിലൊക്കെ ടൈപ്പ് ഓഫ് ഹെയർ അനുസരിച്ച് വ്യത്യാസം വരും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ടൈപ്പ് ഹെയർ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഇനി അടുത്തത് വേറെ ടൈപ്പ് ഹെയർ ഉള്ളവർ കാണുമല്ലോ, അതായത് ഇവിടെ തൊട്ടേ ഡ്രൈ ആണ്, എനിക്കിപ്പോൾ ഓയിലിയാണ് ഇവിടെ, അല്ലാത്തവർക്ക് ഇവിടെ തൊട്ടേ ഡ്രൈ ആണ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വേറെ ഒന്നുമില്ല, ഓയിൽ യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ടൈം ടേബിൾ തന്നെ, ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് ഏതാണെങ്കിലും ആ ഹെയർ മാസ്കിനകത്തോട്ട് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കേർഡ്, തൈര്, അതും അല്ലെങ്കിൽ ബനാന, ഏത്തപ്പഴം, അല്ലെങ്കിൽ ഏതെങ്കിലും പഴം, നല്ല പഴുത്ത ഈ കറുത്ത തൊലിയൊക്കെ ഉള്ള പഴം ഉണ്ടല്ലോ, അതാണെങ്കിൽ അത്രയും നല്ല ആ സാധനം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ലേഡീസ് ഫിംഗറിൻ്റെ നീര് എടുക്കണം. ആ ഒരു ജ്യൂസ് കണക്കത്തെ സാധനമുണ്ട്, അതിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ അതും യൂസ് ചെയ്യാം. അതൊക്കെ മുടിക്ക് നല്ലതാണ്. ഡ്രൈ ഹെയറിന് ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലതാണ്. ബാക്കിയെല്ലാം ഈ ഓയിൽ ചെയ്യുന്ന ടൈം ടേബിളും ഹെയർ മാസ്ക് ഇടുന്ന ടൈം ടേബിളും ഹെയർ ഓയിൽ ചെയ്യുന്നതും എല്ലാം സെയിം തന്നെയാണ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരാണ്. ഡാൻഡ്രഫ് 2 തരമുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ട്, ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ട്. ഇതിൽ ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫുകാർക്ക് ഓയിൽ തേച്ചാൽ പ്രശ്നമാണ്. അങ്ങനെയുള്ളവർ ഇതുപോലെ കണ്ടമാനം ഡെയിലി ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 1-2 വട്ടം ഈ കാച്ചിയ എണ്ണ യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ ഷാമ്പുവും യൂസ് ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഷാമ്പു യൂസ് ചെയ്യേണ്ട, കണ്ടീഷണറും മീൻസ് ഓയിലും യൂസ് ചെയ്യേണ്ട. നിങ്ങളുടെ ഡാൻഡ്രഫ് ഓയിലി ആണോ ഡ്രൈ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട നിങ്ങളെ തന്നെ ചുമതലയാണ്. അത് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുമ്പോൾ ഡാൻഡ്രഫ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി ഡാൻഡ്രഫാണ്. ഇല്ല, എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ഒരാൾക്ക് ഡാൻഡ്രഫ് ഇരിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് ആയിരിക്കും. ഈ പൊടി കണക്ക് നന്നായിട്ട് കാണും. ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ എണ്ണ ഉപയോഗിക്കാം, പക്ഷെ ഇത്രയും അളവിന് ഉപയോഗിക്കേണ്ട. ഇടവിട്ട ദിവസങ്ങളിൽ എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ അത്രയും പ്രാവശ്യമൊന്നും ഉപയോഗിക്കേണ്ട. ഓയിലി ഡാൻഡ്രഫ് ഉള്ളവർ എന്നൊക്കെ എണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഹെയർ മാസ്ക് ഇടുന്ന ദിവസം ഒരു തുള്ളി എണ്ണ എടുത്ത് ഉപയോഗിച്ച് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് മാസ്ക് ഇട്ടിട്ട് കഴുകി ഇറക്കി കളയാനായിരിക്കും നല്ലത്. ആ ഒരു ദിവസങ്ങളിൽ മാത്രം എണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഡ്രൈ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ എപ്പോഴൊക്കെ എണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓപ്ഷൻ ഉണ്ടല്ലോ എണ്ണ ഉപയോഗിക്കാനായിട്ട് ഓയിലി ആൾക്കാരെക്കാട്ടിലും. അപ്പം ഈ മാസ്ക് ഉള്ള ദിവസം ഉപയോഗിക്കാം, അല്ലാത്ത ഒരു ദിവസം ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന ദിവസം ഉപയോഗിക്കാം. ഓയിലി ഡാൻഡ്രഫുകാർ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ
ഈ ഹെയർ സ്പാ ഒന്ന് കൊടുത്തു നോക്കുക. അതായത് മുടിയിൽ ചൂട് കൊള്ളിക്കണത് മാത്രം. നമ്മൾ ഈ നമ്മൾ ജലദോഷം പിടിക്കുമ്പോൾ ആവി പിടിക്കില്ലേ, അതുപോലെ സെയിം ആയിട്ട് ആ ഒരു ആവി പിടിക്കണ എങ്ങനത്തെ സെറ്റപ്പിലാണോ അതുപോലെ മുടിയിലൊന്ന് ആവി കൊള്ളിച്ചാൽ മാത്രം മതി, അത്രമാത്രം ചെയ്താൽ മതി. ഇനി അടുത്ത ആൾക്കാരാണ് ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ. അവർ ഹെയർ മാസ്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ ഹെയർ മാസ്കും നല്ല കട്ടിയുള്ള ഹെയർ മാസ്കാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ കാണിക്കുന്ന എല്ലാ ഹെയർ മാസ്കും അതേപോലെ എടുത്ത് ഇടണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അരിച്ചിട്ട് അത് വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് മുടിയിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് ഉപയോഗിക്കാം. സ്പ്രേ ചെയ്താൽ നമുക്ക് തുമ്പ് വരെ ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ക്രീം കണക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ക്രീം കണക്ക് വരും. അതെടുത്തിട്ട് ഞാൻ അടുത്ത മാസ്കിൽ അതുപോലെ കാണിച്ചു തരാം, പിഴിഞ്ഞെടുത്ത് കാണിച്ചു തരാം. ഞാൻ കാണിക്കുന്ന പോലെ കട്ടിക്ക് തന്നെ പുരട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എനിക്ക് പിന്നെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. അതൊന്നും എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനത് പിന്നെ ചെയ്യാത്തത്. ഞാൻ ചെയ്യും പോലെയാണ് ഹെയർ മാസ്ക് ഇടുന്ന, നല്ല കട്ടിക്കാണ് ഇടുന്നതെങ്കിൽ കഴുകി ഇറക്കാൻ കുറച്ച് സമയം എടുക്കും. എനിക്കത് കുഴപ്പമില്ല. നിങ്ങളും കഴുകി ഇറക്കുമ്പോൾ നന്നായിട്ട് ഒരു തരും പോലും ഇല്ലാതെ കഴുകി ഇറക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വന്ന ഹെയർ ഫോൾ ഉള്ള ആൾക്കാരുടെ കാര്യമാണല്ലേ. അപ്പോൾ ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ ഹെയർ മാസ്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ കട്ടിയുള്ള മാസ്ക് ഒന്നും ഇടരുത്. ഈ ഞാൻ പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് നല്ല വാട്ടർ പരുവത്തിനാക്കിയിട്ട് വേണം മുടിയിൽ തേക്കാനായിട്ട്. ഒരുപാട് ഹെവി ആയിട്ടുള്ള മാസ്കും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത്. എങ്കിൽ പെട്ടെന്ന് മുടി ഇങ്ങനെ ഊർന്ന് വരും. കാരണം മുടി പിന്നെ ഒരുപാട് നേരം മാസ്ക് തലയിൽ ഇട്ടിരിക്കാൻ വേണ്ട, ഒരു 10 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി. ഞാനിപ്പം മിക്ക മാസ്കുകളും 15 മിനിറ്റാണ് പറയാറ്. നിങ്ങളൊരു 10 മിനിറ്റ് ഇട്ടിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഹെവി ആയിട്ടുള്ള മാസ്ക് നിങ്ങൾക്ക് മാസ്ക് എടുത്ത് ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ തന്നെ അറിയാം. അത് വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ വെള്ളം, ഇല്ല കുറച്ച് കട്ടിക്കിരിക്കുകയാണെങ്കിൽ അത് ഹെവി മാസ്കാണ്. അതൊക്കെ ഇടാൻ നേരത്ത് നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം മുടിയിൽ ഇച്ചിരി ഹെവി വരുമ്പോൾ അതിങ്ങനെ ഊർന്നിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹെയർ മസാജ് നന്നായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഉള്ളിയോ അല്ലെങ്കിൽ ഉലുവയോ ഇട്ടിട്ട് ഹെയർ മാസ്ക് ഇട്ടിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഹെയർ മാസ്കിൻ്റെ അകത്ത് ഉള്ളി ഇട്ടാലും മതി, ഉലുവ ഇട്ടാലും മതി. ഞാനിപ്പോൾ ചെയ്യുന്ന ഹെയർ ചാലഞ്ചാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ മാസ്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. മൊത്തത്തിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഞാൻ 3 വട്ടമാണ് ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ മാസ്ക് ഈ ചാലഞ്ചിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു ചാലഞ്ച് ഇട്ടിട്ടുണ്ട്. അതും ഞാൻ ഈ ഹെയർ ട്രാൻസ്ഫോർമേഷൻ സമയത്ത് യൂസ് ചെയ്ത മാസ്കുകളാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ ചാലഞ്ച്, തിക് ഹെയർ ചാലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തോളൂ. ഏതൊക്കെ മാസ്ക് ആണെന്നുള്ളത് ആ ഒരു ഓർഡർ അനുസരിച്ച് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. തിക് ഹെയർ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് മാസ്കുകൾ കാണാം, ഡേ 1 ഡേ 2 എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഫസ്റ്റ് ഡേ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ആഴ്ചയിൽ 3 മാസ്കുകളാണ്. തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഈ ദിവസങ്ങളിലാണ് ഞാൻ ഇടുന്നത്. ഞാനപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ എന്നാണോ ഇടുന്നത് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾ സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് വൈകിട്ട് അത് ചെയ്താൽ മതി. ഞാൻ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾ വൈകിട്ട് അത് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് നിങ്ങൾ ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിലും മസാജും കഞ്ഞിവെള്ളവും, ഇത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെയർ ഫോളും ഹെയർ ഡാൻഡ്രഫും ഉള്ള ആൾക്കാർ മാത്രം എക്സ്ട്രാ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞു ഓയിൽ, മാസ്ക്, ഷാമ്പൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞില്ലേ. ഓയിൽ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഓയിൽ വേണമെന്ന് വെച്ചാൽ ഈ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ മാത്രം ഓയിലിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ഓയിൽ ചെയ്താൽ ഡാൻഡ്രഫ് പെട്ടെന്ന് വരുന്ന തരം ആൾക്കാരുണ്ട്. അവരൊക്കെ ഓയിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ഹെയർ മാസ്ക് ഉപയോഗിക്കാം. എന്തായാലും ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം 3 ഇൻഗ്രീഡിയൻറ്റ് ഒരു ഹെയർ മാസ്കിൻ്റെ അകത്ത്, ഒരൊറ്റ ഹെയർ മാസ്കിൻ്റെ അകത്ത് 3 ഇൻഗ്രീഡിയൻറ്റ് മതി. അതിനകത്ത് 2 ഇൻഗ്രീഡിയൻറ്റ് മുടി വളരാനുള്ള സാധനവും 1 ഇൻഗ്രീഡിയൻറ്റ് മുടി സ്മൂത്ത് ആവാൻ, ടെക്സ്ചറൊക്കെ നന്നാക്കാനുള്ള സാധനവും ആയിരുന്നാൽ അത്രയും നല്ലത്. കാരണം ഞാൻ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ആ ഒരു സമയത്ത് ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം, ഞാൻ മുടി വളരാനുള്ളത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ വളർന്നത് അത്രയും ഡാമേജ്ഡ് ഹെയർ ആയിരുന്നു, ഫുൾ ഡാമേജ്ഡ് ആയിരുന്നു. അപ്പോൾ വളർന്നതൊന്നും ഗുണമില്ലാണ്ടായിപ്പോയി. ഇത്രയും ഉണ്ടായിരുന്ന മുടി ഇത്രയും വളർന്നിറങ്ങിയപ്പോഴത്തേനും വളർന്നിറങ്ങിയത് അത്രയും ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനമായിപ്പോയി. അപ്പോൾ ഒരു ഗുണവും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ മുടി അത്രയും വെട്ടേണ്ടി വന്നു. അപ്പം നമ്മൾ വളർത്തണെല്ലാം വേസ്റ്റായി പോകും. അപ്പം അപ്പോഴേ ചെയ്തു പോകുന്ന സമയത്ത് നമ്മൾ അപ്പോൾ തന്നെ നല്ല കണ്ടീഷണറായിട്ടുള്ള ഹെയർ ടെക്സ്ചറും കൂടെ മാറ്റി പോകാൻ പറ്റുന്ന തരം സാധനങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് ടൈമും സേവ് ചെയ്യാം, വളരുന്ന മുടി നന്നായിരിക്കും. പിന്നെ ഹെയർ മാസ്ക് ഡെയിലി ഇടാൻ പാടില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം കാണും. എല്ലാ ദിവസവും ഹെയർ മാസ്ക് ഇടാവോ? പറ്റത്തില്ല. ആഴ്ചയിൽ ഏറ്റവും മാക്സിമം 3 പ്രാവശ്യം ഹെയർ മാസ്ക് ഇടാവുള്ളൂ. അതും മുടി അത്രയും ഇല്ല, ഒട്ടുമില്ല, എനിക്ക് പെട്ടെന്നൊന്നും മുടി വളർന്നേ പറ്റുള്ളൂ, എനിക്ക് നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഒന്ന് മുടി വളർന്ന് കിട്ടിയാൽ അത്രയും കൊള്ളാൻ ചേച്ചി എന്നുള്ളവർ മാത്രം 3 ഇട്ടാൽ മതി. 3 ഹെയർ മാസ്കുകൾ ഇട്ടാൽ മതി. അല്ലാത്തവർ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 1 ഒക്കെ ഇട്ടാൽ മതി. അത് നിങ്ങളുടെ മുടിയുടെ വലിപ്പം അനുസരിച്ചിരിക്കും.
അത്യാവശ്യം ഹെയറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് ഇട്ടാൽ മതി. ഒരു ആവറേജ് ഹെയർ ആണ്, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്, ഹെയർ ഫോൾ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ഉള്ളവരാണെങ്കിൽ 2 മാസ്ക് ഇടാം. ഇനി ഒട്ടുമില്ല, സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഒരു രക്ഷയില്ല എന്നുള്ളവരാണെങ്കിൽ 3 ഹെയർ മാസ്ക് മസ്റ്റാണ്. ഇനി ഷാമ്പു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഷാമ്പു ചെയ്താൽ മതി. അത് കെമിക്കൽ ഷാമ്പു ആണെങ്കിലാണ് കേട്ടോ. കെമിക്കലോ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ചിലവർക്കാണെങ്കിൽ ഈ ഹെയർ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ അന്ന് തന്നെ മുടി കഴുകി കളയണമെന്ന് നിർബന്ധമുള്ളവർ കാണും. അങ്ങനെയുള്ളവരാണെങ്കിൽ താളി ഉപയോഗിച്ച് മുടി കഴുകി കളയുക. ഹെയർ ഫോൾ ഉള്ളവർ താളി ഉപയോഗിക്കരുത്, ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകി കളഞ്ഞാൽ മതി. അല്ലാതെ ഞാനൊക്കെ ആണെങ്കിൽ മുടി കഴുകി കളയാറില്ല, ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് ആ ഒരു ഹെയർ മാസ്ക് മൊത്തം കഴുകി കളയും, അത്ര തന്നെ, എന്നിട്ട് അങ്ങ് വിട്ടേക്കും. ആ ഒരു നമ്മൾ നാച്ചുറൽ സാധനമല്ലേ ഉപയോഗിക്കണം, അത് മുടിയിൽ പിടിക്കാൻ കുറച്ച് സമയം വേണം. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ കഴുകി കളയാറില്ല, ആഴ്ചയിൽ ഒരിക്കൽ കഴുകി കളയുന്നത് തന്നെ. നിങ്ങൾക്ക് അത്രയ്ക്കും പറ്റില്ല, മണമൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ കഴുകി കളയാം. പക്ഷേ ഹെർബൽ ഷാമ്പു ആയിരിക്കണം. ഞാനാണെങ്കിൽ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കും, മാസത്തിൽ ഒരിക്കൽ മാത്രം. അതും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ 1 രൂപയുടെ മറ്റേ സാഷെ ഷാമ്പു ഉണ്ടല്ലോ, അതായിരിക്കും മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഷാമ്പു ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നല്ലൊരു ബ്രാൻഡ് ഷാമ്പൂവിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ 1 രൂപയുടെ സാധനം ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷണറിലും സെറത്തിലുമാണ്. നല്ലൊരു കണ്ടീഷണറും സെറവും വാങ്ങിച്ചിട്ട് എന്നും ഉപയോഗിക്കാറുണ്ട്. ഹെയർ മാസ്ക് ഇടുന്ന ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസമാണെങ്കിലും ഒക്കെ ഞാൻ എന്നും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം ഇപ്പം നമ്മൾ നാച്ചുറൽ മാത്രം ഇട്ടാൽ ഹെയർ ട്രാൻസ്ഫോം ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉപയോഗിക്കാറില്ല. അല്ല, മുന്നേ ട്രാൻസ്ഫോം ചെയ്ത സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചിരുന്ന കളർ പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള ലോറിയലിൻ്റെ ഒരു ചുമന്ന ബോട്ടിലാണ് കളർ പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള. അത് ഞാൻ കളർ ചെയ്തിരുന്നു ആ സമയം. അത് നല്ലതാണ്, മുടിക്ക് നല്ല മോയ്സ്ചറൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റോ അങ്ങനെ ഇതൊരു ബ്രാൻഡിൻ്റെ ആർഗൺ കണ്ടീഷണറുണ്ട്, അത് വാങ്ങി യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ലോറിയൽ തന്നെ ഹൈലോറോണിക്കിൻ്റെ നൈറ്റ് ഹെയർ മാസ്ക് ഉണ്ട്, ഹെയർ കണ്ടീഷണർ, അത് വാങ്ങി ഉപയോഗിക്കാം. അതൊക്കെ നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്തായാലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ മിക്കപ്പോഴും കമൻറ്റിന് എന്നെ റിപ്ലൈ തന്നു പോകും. കാരണം എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടിച്ചിയാണ് ഞാൻ. എനിക്കങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ മറ്റേ ഹെയർ മാസ്ക് ചെയ്യുമ്പോൾ അങ്ങ് വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ, അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. നമുക്ക് എന്തായാലും ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ തന്നെ ഉണ്ട്. നമ്മുടെ തിക് ഹെയർ ചാലഞ്ചിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യണം. പിന്നെ ഈ പ്ലാൻസും സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. കുഴപ്പമില്ലടാ, ഉള്ള സാധനം വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ഞാൻ കാണിക്കുന്നതിൽ ഏതൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ നോക്കി ചെയ്യാം. ഞാൻ മാക്സിമം നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മാക്സിമം അതൊന്ന് ഒപ്പിക്കാനും കൂടെ ശ്രമിക്കും. നമുക്കിപ്പോൾ കുറേ സാധനത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.